ओम शांति। ओम शांति। भट्टी का विषय बहुत सुंदर है, प्रभु मिलन। प्रभु मिलन का आधार क्या है? हमको परमात्मा प्रभु बाबा के रूप में कैसे मिले? ഭട്ടിയുടെ വിഷയം വളരെ നല്ലതാണ്. പ്രഭു മിലനം. എങ്ങനെയാണ് പരമാത്മാവായ അച്ഛനുമായി മിലനം ചെയ്യേണ്ടത്? मैंने प्रश्न पूछा कि कैसे मिले हम, आधार क्या था? ആധാരം എന്താണ്? प्रभु मिलन का आधार पहले 7 days कोर्स, उसके बाद मुरली, उसके बाद भट्टियां। तो प्रभु मिलन का बेसिक क्या हुआ? पढ़ाई। 7 ദിവസത്തെ കോഴ്സ്, പിന്നെ മുരളി, പിന്നെ ഭട്ടികൾ. അപ്പോ ആധാരം എന്താണ്? പഠിത്തം. जितना जितना पढ़ाई गहरी होती जाएगी, प्रभु मिलन भी उतना ही आनंदमय होता जाएगा। പഠിത്തം എത്ര നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുന്നു, പ്രഭു മിലനവും അതേപോലെ ആനന്ദകരമായി മാറും. पढ़ेंगे लिखेंगे तो होंगे नवाब, नहीं तो होंगे खराब. സാധാരണ പറയാറുണ്ട്, എഴുതുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നവാബാകാൻ സാധിക്കും, അല്ലെങ്കിൽ മോശമാകും. कहते हैं लर्निंग इज अ लाइफ लॉन्ग प्रोसेस. പഠിത്തം മുഴുവൻ ജീവിതത്തിലും നടക്കുന്ന ഒരു കാര്യമാണെന്നും പറയാറുണ്ട്. और पढ़ाई, शिक्षण, शिक्षा, विद्या. विद्या का अर्थ होता है प्रकाश. പഠിത്തം എന്ന് പറഞ്ഞാൽ ശിക്ഷണം, വിദ്യ. വിദ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകാശം എന്നാണ്. वित्त है ना, संस्कृत का मूल शब्द है वित्त, उससे विद्या फॉर्म हुआ है. വിത്ത് എന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്നാണ് വിദ്യ എന്ന വാക്ക് വന്നത്. वित्त मीन्स उजाला, प्रकाश. വിത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശം. जैसे जैसे ज्ञान का प्रकाश मिलता गया, एक एक राज खुलते गए, तब परमात्मा प्रभु हमारा बाबा बन गया और बाबा से मिलना आसान हो गया. അതായത് ജ്ഞാനത്തിന്റെ പ്രകാശം എത്രമാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ആ പ്രകാശം ലഭിക്കുന്നതനുസരിച്ച് ജ്ഞാനത്തിന്റെ രഹസ്യം നമ്മുടെ മുന്നിൽ കൂടുതൽ കൂടുതൽ തുറന്നു വരും. അതിന്റെ ആധാരത്തിൽ പ്രഭു മിലനം, പരമാത്മാവായിട്ടുള്ള അച്ഛനെ ശുഭാബെ മിലനം ചെയ്യാൻ വളരെ ഈസിയാകും, സഹജമാകും. यहाँ पर इस पढ़ाई की विशेषता है, पढ़ाने वाला एक ही है सबके लिए, कल आने वालों के लिए, कल आए हुए लोगों के लिए, पूर्वजों के लिए, नन्हे मुन्ने बच्चों के लिए, सबके लिए पढ़ाने वाला एक ही है. ഈ പഠിത്തത്തിന്റെ വിശേഷത ഇതാണ്, നമ്മളെ എല്ലാവരെയും, അത് ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും പഴയവരാണെങ്കിലും പുതിയവരാണെങ്കിലും എല്ലാവരെയും പഠിപ്പിക്കുന്നത് ഒരാളാണ്. और ये पढ़ाई आत्मा आत्मा के साथ, परमात्मा आत्मा के साथ करती है. അതുപോലെ ഈ പഠിത്തം പരമാത്മാവ് ആത്മാവിന് നൽകുന്ന പഠിത്തമാണ്. और देखिए, कई बार वंडर लगता है कि परमात्मा कभी शरीर में नहीं आता, कभी कपड़े नहीं पहनता, कभी खाना नहीं खाता, लेकिन इतना अच्छा उदाहरण देता है कि शरीर एक वस्त्र है. जो हमारी लेवल में आके भगवान परमात्मा, सर्वोच्च परमाधिकारी परमात्मा ऑलमाइटी, वो हमारे लेवल में आके हमें पढ़ाता है. इट्स अ वंडरफुल एजुकेशन.
ഈ പഠിത്തം അത്രയും അത്ഭുതകരമായ പഠിത്തമാണ്. കാരണം പരമാത്മാവ് പഠിപ്പിക്കുന്നവനായ പരമാത്മാവിന് സ്വന്തമായ ശരീരമില്ല, വസ്ത്രം ധരിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും ഇത്രയും ഓൾമൈറ്റി അതോറിറ്റി ആയിട്ടുള്ള പരമാത്മാവ് നമ്മളുടെ ലെവലിലേക്ക് താഴേക്ക് വന്ന് എത്ര അങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ് നൽകുന്നത്. അതായത് ദേഹം നിങ്ങളുടെ വസ്ത്രമാണ്, ഇങ്ങനെയെല്ലാം നമ്മളുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതാണ് ഈ പഠിത്തത്തിന്റെ അത്ഭുതം. वैसे हम भक्ति मार्ग में बहुत कुछ पढ़े, लेकिन उसको पढ़ाई नहीं कह सकते, ईश्वरीय पढ़ाई नहीं कह सकते. ഭക്തി മാർഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെയൊന്നും ഈശ്വരീയ പഠിത്തം എന്ന് പറയാൻ സാധിക്കില്ല. हमारी शास्त्र 4 वेद है, 108 उपनिषद है, 18 पुराण है, कई सारी स्मृतियां हैं, रामायण महाभारत जैसे है, बहुत गहरा ज्ञान है, लेकिन वो ज्ञान ईश्वरीय पढ़ाई नहीं है. ഭക്തിയിലെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിസ്താരത്തിലുണ്ട്. 4 വേദങ്ങളുണ്ട്, 108 ഉപനിഷത്തുകളുണ്ട്, 18 അധ്യായങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് വിസ്താരത്തിലാണ് ആ പഠിത്തം. പക്ഷെ അതിനെ ഒന്നും തന്നെ ഈശ്വരീയ പഠിത്തം എന്ന് പറയാൻ സാധിക്കില്ല. क्यों? क्योंकि वो कुछ भी जो भी है वो ईश्वर ने नहीं सुनाई. ईश्वर संगम युग में सुनाता है, जिसका एक ही ग्रंथ लिखा हुआ है, भगवत गीता. उसके सिवा जो भी ग्रंथ है सब मनुष्यों ने लिखा है, मनुष्यों की अपने अपनी बुद्धि की लेवल के अनुसार. इसलिए दुनिया में सब शास्त्रों में भगवत गीता महान क्यों है? क्योंकि उसमें भगवान वाच है. അതിന്റെ കാരണം ഇതാണ്. മറ്റൊന്നിനെയും പഠിത്തം എന്ന് പറയാൻ സാധിക്കില്ല, ഈശ്വരീയ പഠിത്തം എന്ന് പറയാൻ സാധിക്കില്ല. അതിന്റെ കാരണം ഇതാണ്, അതൊന്നും തന്നെ ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങളല്ല. ഈശ്വരൻ ഈ സംഗമയുഗത്തിൽ മാത്രമാണ് നമ്മുടെ അടുത്ത് വന്ന് ഈ പഠിത്തം എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനെയാണ് ശ്രീമദ് ഭഗവത് ഗീത എന്ന് പറയുന്നത്. അപ്പൊ കേവലം ഭഗവത്ഗീതയിലും മാത്രമാണല്ലോ ഭഗവാൻ ഉവാച എന്ന് എഴുതിയിട്ടുള്ളത്. ബാക്കി എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം മനുഷ്യര് പറഞ്ഞ മനുഷ്യരെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. अभी जो पढ़ाई है ये कई तरह से हम पढ़ते हैं. एक है डायरेक्ट मुरली के द्वारा पढ़ना. पढ़ाई क्या है? डायरेक्ट ब्रह्मा बाबा के शरीर में शिव बाबा आए, जो बाबा ने पढ़ाई वो है सकार मुरली. एक पढ़ाई है सकार मुरली की पढ़ाई, दूसरी पढ़ाई है अव्यक्त मुरली की पढ़ाई. मेन हमारी पढ़ाई के 2 ही रास्ते हैं, एक साकार एक अव्यक्त. ഇപ്പൊ നമ്മളുടെ മുഖ്യമായിട്ടുള്ള 2 പഠിത്തം എന്ന് പറയുന്നത്, ഒന്ന് സാകാര മുരളി, 2 അവ്യക്ത മുരളി. സാകാര മുരളി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പരമാത്മാവ് ശിവബാബ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വന്ന് കേൾപ്പിച്ചു തന്ന്, അത് സാകാര മുരളി. 2 അവ്യക്ത മുരളി. ഇത് രണ്ടുമാണ് നമ്മുടെ മുഖ്യ പഠിത്തം. आप सोचिए हमारे जीवन में परिवर्तन का आधार पढ़ाई है. परिवर्तन का आधार क्या है? कोई कुछ भी कहे हम नहीं सुनेंगे. मुरली में बाबा ने सुनाया तो थोड़ा सा हमारा कान ठीक हो जाता है, हम सुनना चाहते हैं. तो परिवर्तन का आधार क्या है? पढ़ाई. ഇപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആധാരം മുരളിയാണ്, അതിന്റെ ആധാരം പഠിത്തമാണ്. വേറെ ആരെങ്കിലും നമ്മളെ ഉപദേശിക്കുകയോ നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുകയോ ചെയ്താൽ നമ്മൾ അത് ചെയ്യാറില്ല. പക്ഷെ മുരളിയില് ഡയറക്റ്റ് ബാബ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അതിനൊരു ശ്രദ്ധ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആധാരം മുരളിയാണ്, പഠിത്തമാണ്. दूसरा, हमारे अंदर ज्ञान की गहराई समझने का आधार भी पढ़ाई ही है. അതുപോലെ ജ്ഞാനത്തിന്റെ ഗഹനതയിലേക്ക്, ആഴത്തിലേക്ക് പോയിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, അതിന്റെ ആധാരവും പഠിത്തമാണ്. देखिए, जब तक हम ज्ञान की गहराई में नहीं जाते तो खुशी की प्राप्ति नहीं होती. ऊपर ऊपर से खुशी नहीं होती है, ज्ञान की गहराई में खुशी है. रोज मुरली सुनने से ही हम ज्ञान की गहराई का अनुभव कर सकते हैं. ദിവസവും മുരളി കേട്ടാലേ ജ്ഞാനത്തിന്റെ ഗഹനതയിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുള്ളൂ. എപ്പോഴാണോ നമ്മൾ ജ്ഞാനത്തിന്റെ ഡെപ്തിലേക്ക് പോകുന്നത്, ഗഹനമായിട്ട് ഉള്ളിലേക്ക് പോകുന്നത്, അപ്പോഴേ ഈ ജ്ഞാനത്തിന്റെ ഒരു രസം അനുഭവം ചെയ്യാനും ആനന്ദ അനുഭവം ചെയ്യാനും സാധിക്കുള്ളൂ.
जीवन में धारणाएं पक्का होने का आधार भी मुरली ही है। ധാരണകൾ ജീവിതത്തിൽ ദൃഢമാകുന്നതിന്റെയും ആധാരം മുരളിയാണ്. अन्न शुद्धि, वस्त्र शुद्धि, दृष्टि शुद्धि, संकल्प शुद्धि, वाक शुद्धि, ये सभी धारणाएं कैसे पक्का होती है? मुरली के आधार से। ധാരണകൾ എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടും അന്നശുദ്ധി, വസ്ത്രശുദ്ധി, ദൃഷ്ടിയിലെ ശുദ്ധി, സങ്കല്പങ്ങളിലെ ശുദ്ധി, ഈ ധാരണകളെല്ലാം ദൃഢമാകുന്നതും മുരളിയുടെ ആധാരത്തിലാണ്. संबंधों में सुधार भी मुरली से आता है। സംബന്ധങ്ങളിലും നല്ല ഒരു സംബന്ധം വരുന്നതും മുരളിയുടെ ആധാരത്തിലാണ്. അപ്പൊ ദിവസവും മുരളി കേൾക്കുമ്പോഴാണ് ജ്ഞാനത്തിന്റെ ആഴത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. मुरली कह सकते हैं, पढ़ाई कह सकते हैं ना। हमारी पढ़ाई ही मुरली है। संगम युग में हम यूनिवर्सिटी में पढ़ रहे हैं। हमारी यूनिवर्सिटी में 2 ही सब्जेक्ट है, एक साकार मुरली, एक अव्यक्त मुरली। ഇപ്പൊ നമ്മളുടെ ഈ യൂണിവേഴ്സിറ്റിയില് കേവലം 2 വിഷയമേ ഉള്ളൂ പഠിക്കാൻ വേണ്ടി. ഒന്ന് സാകാര മുരളിയും ഒന്ന് അവ്യക്ത മുരളിയും. ഇപ്പൊ പഠിത്തം എന്ന് പറയാം, അല്ലെങ്കിൽ മുരളി എന്ന് പറയാം, രണ്ടും സെയിം. संबंधों में सुधार, बाबा ने ये कहा है कि जैसे देखो, बाबा कहते पति को तू मत कहना, किसी को एक वचन में बातें नहीं करना, अज्ञानियों के साथ लड़ना झगड़ना नहीं। ऐसे बाबा हर संबंध के लिए कहते हैं। कभी भी अपने पति को भाई मत कह देना सबके बीच में, बहू को बहन कह नहीं देना, संबंधों की मर्यादा बनाए रखना, लेकिन मन में शुद्धता रखना। ये सभी चीजें कहां से, अगर बहनें बोलती है तो हम समझते हैं बहन मुझे धारणा करने नहीं देती है, लेकिन अगर वही बाबा बोलता है मुरली में तो हम अलर्ट हो जाते हैं। तो संबंधों में भी बदलाव, परिवर्तन, संबंधों में मधुरता, सब कहां से आया? मुरली के आधार से। ഇപ്പൊ പരസ്പരമുള്ള ബന്ധങ്ങളിലും സംബന്ധങ്ങളിലും ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു മാറ്റം വരുന്നതിന്റെയും ആധാരം മുരളി തന്നെയാണ്. അതായത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആദരവ് കൊടുത്ത് ബഹുമാനം കൊടുത്ത് സംസാരിക്കുക. നീ എന്നൊന്നും പറയാതെ ബഹുമാനത്തോടെ സംസാരിക്കണം. അതേപോലെ ബാബ പറയാറുണ്ട്, പത്നിമാര് പതിയുടെ അടുത്ത് വ്യവഹാരത്തിൽ വരുമ്പോ, പെരുമാറ്റത്തിൽ വരുമ്പോ ആദരവ് പൂർവം, പക്ഷെ എന്ന് വെച്ചിട്ട് സഹോദര എന്നൊന്നും കയറി എല്ലാവരുടെ മുന്നിലും വെച്ച് വിളിക്കാൻ പാടില്ല. മരുമകളെ ഒരിക്കലും സിസ്റ്റർ എന്നൊന്നും അല്ലെങ്കിൽ സഹോദരി എന്നൊന്നും വിളിക്കരുത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പില് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, അതുകൂടി ബാബ മുരളിയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. और संगम युग के अति मुख्य विषय है योग। योग भी तब अच्छा लग सकता है जब हमें पढ़ाई पर ध्यान है। पढ़ाई के बिना हम योगी नहीं बन सकते, और योग में इतना रस नहीं आ सकता पढ़ाई के बिना। ഇപ്പൊ യോഗം നമ്മുടെ ശരിയാകുന്നതിന്റെയും നല്ല അനുഭവത്തിൽ യോഗം ചെയ്യുന്നതിന്റെയും ആധാരം എന്ന് പറയുന്നത് പഠിത്തമാണ്, മുരളിയാണ്. മുരളിയില്ലാതെ, പഠിത്തമില്ലാതെ ഒരിക്കലും നമുക്ക് യോഗം ശരിയായ രീതിയിൽ ആനന്ദത്തിന്റെ അനുഭവം ചെയ്യാൻ സാധിക്കില്ല. ये जो पढ़ाई है ना, हर रोज हमें एक स्वमान रहना चाहिए। देखो, अगर आपके यहाँ कभी गवर्नर आ रहा है तो उसका प्रोटोकॉल होता है। कोई प्राइम मिनिस्टर आ रहा है तो प्रोटोकॉल क्या होता है? गवर्नर आने के बाद सभा में कोई नहीं आ सकता। पता है ना आपको कहा जाता है अगर 10 बजे गवर्नर का आना है तो आपको 9 बजे हॉल में पहुंच जाना है, उठ के नहीं जाना है किसी को बीच में। 1 घंटा गवर्नर प्रोग्राम रहेगा, तब तक सभी को अलर्ट होकर बैठना है, किसी को उठ के नहीं जाना है। कुछ चीजें नहीं लानी है, ये नहीं ला सकते। ये प्रोटोकॉल होता है एक सामान्य 5 साल के गवर्नर के लिए, एक प्राइम मिनिस्टर के लिए, एक राष्ट्रपति के लिए कितने स्ट्रिक्ट प्रोटोकॉल होता है। हमें रोज पढ़ाने कौन आते हैं?
സാധാരണ നമുക്കറിയാം ഒരു സഭയിലേക്ക് ഗവർണറോ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ഒക്കെ വരുമ്പോ മര്യാദ നിയമങ്ങൾ എത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് പാലിക്കേണ്ടി വരാറുണ്ട്. ഇപ്പൊ 10 മണിക്കാണ് ഗവർണർ വരുന്നതെങ്കിൽ എല്ലാവരെയും 9 മണിക്ക് തന്നെ ഹാളിൽ ഇരുത്തും. അത് ഗവർണർ വന്നതിന് ശേഷം ഒരാൾക്കും ഹാളിലേക്ക് എൻട്രി ഇല്ല. അതിന്റെ ഇടയിൽ ആർക്കും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. അവിടേക്ക് ഇവിടേക്ക് ഒന്നും എടുക്കാൻ പോകാൻ സാധിക്കില്ല. അപ്പൊ ഇവർക്ക് ഇത്രയും നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, ഇത്രയും ഇവര് വരുമ്പോ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ ഇരുത്തുന്നുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ ആരാണ് വരുന്നത്? प्रधानमंत्री उडुपी आए थे, उडुपी में तभी कर्नाटक के एक्स मिनिस्टर था एक मध्वराज, वो देरी से आया, उसको अंदर आने नहीं दिया. उसके पास था, फिर भी कहा नहीं, नो प्रोटोकॉल, प्रधान से पहले आना चाहिए था. കഴിഞ്ഞ ദിവസം ഉടുപ്പിയിലെ പ്രൈം മിനിസ്റ്റർ വന്നപ്പോ അവിടുത്തെ ഒരു എക്സ് മിനിസ്റ്റർ വന്നു പ്രൈം മിനിസ്റ്ററിനെ കാണാൻ. പക്ഷെ ഹാളിലേക്ക് വന്നത് ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ട് പെർമിഷൻ കൊടുത്തില്ല കാണാൻ വേണ്ടിയിട്ട്. मतलब आप सोचिए हम कितने भाग्यवान हैं, रोज भगवान की सभा में हम बैठते हैं. किसकी सभा में बैठते हैं? भगवान की सभा में हम बैठते हैं. ഇപ്പൊ നോക്കൂ, നമ്മൾ എത്ര ഭാഗ്യശാലികളാണ്. ദിവസവും നമ്മൾ ഇരിക്കുന്നത് ഭഗവാന്റെ സഭയിലാണ്. लेकिन क्या हो गया है पता है? भगवान हमारा बाप है ना, इसलिए थोड़ा सा टेकन एस ग्रांटेड हो गया है. പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാ ഭഗവാൻ നമ്മളുടെ അച്ഛനും കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് അലസതയെല്ലാം വരികയാണ്. इसलिए चलता है ना, ये शब्द यूज करते रहे, चलता है. ये शब्द हम ज्यादा इस्तेमाल, അതുകൊണ്ട് ഇപ്പൊ ലേറ്റ് ആയാലും നമ്മൾ പറയാം സാറില്ലേ കുഴപ്പമില്ല, ഈ വാക്ക് നമ്മൾ പറയും. लेकिन आपको पता है बाबा ने एक बहुत सुंदर शब्द कहा है, जो संगम युग में चलाता है वो भविष्य में चिल्लाता है. അപ്പൊ സംഗമ യുഗത്തിൽ ഇങ്ങനെ ഒഴിവ് കഴിവുകളൊക്കെ പറയും, അലസതയോട് കൂടിയിട്ട് വരും. അത് സാരല്ല, അത് പോയിക്കോട്ടെ, അത് സാരല്ല എന്നൊക്കെ പറയില്ലേ? അങ്ങനെ പറയുന്നവര് ഭാവിയില് നിലവിളിക്കുന്നവരായിരിക്കും. इसलिए पढ़ाई पर ध्यान देना माना माया की लड़ाई खत्म करना. ഇപ്പൊ പഠിത്തത്തിൽ അത്ര ശ്രദ്ധ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മായയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ്. संगम युग में बहुत बड़ा संघर्ष है अपने आप से, अपने कमियों से, अपने संस्कारों से, बाहर की माया से, संबंधों से, परिस्थितियों से. ये हमारा संघर्ष लंबा चलने वाला है. സംഗമയുഗം മുഴുവനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്, സംഘർഷം തന്നെയാണ്. ഒന്ന് നമ്മളായിട്ട് നടത്തുന്ന യുദ്ധം, നമ്മുടെ ഉള്ളിലുള്ള മായ, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ കുറവുകള്, നമ്മുടെ പഴയ സംസ്കാരങ്ങള്, ഇതുമായിട്ടുള്ള യുദ്ധം. പിന്നെ പുറമെ മറ്റുള്ളവരുടെ സംസ്കാരങ്ങളുമായിട്ട്, സാഹചര്യങ്ങളുമായിട്ട് മുഴുവൻ അത്രയും സംഘർഷം നിറഞ്ഞ ഒരു സമയം തന്നെയാണ് സംഗമയുഗം. इसलिए आज मैंने सोचा मैं आपके साथ इस पढ़ाई के लाभ के बारे में सोचूं. पढ़ाई से माना मुरली से, अगर मुरली को हम पढ़ाई समझे, ये कोई शास्त्र नहीं है, ये कोई व्रत नहीं है, ये कोई नियम नहीं है, एक पढ़ाई है. आप स्कूल कॉलेज में पढ़ाई को अगर मिस करते हैं तो नुकसान किसका होता है? किसका होता है? अपना होता है ना. तो मुरली भी एक, बाबा कहते मुरली का एक एक महावाक्य लाखों रुपयों से मूल्यवान है. ഇപ്പൊ മുരളിയുടെ അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ലാഭം എന്താണെന്നാണ് ഇന്ന് ബെഞ്ചി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുരളി യഥാർത്ഥത്തില് പഠിത്തമാണ്. പഠിത്തം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു ശാസ്ത്രമോ അല്ലെങ്കിൽ അതൊരു നിയമമോ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ക്ലാസ് നമ്മുടെ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ, നമുക്കാണ് അതിന്റെ നഷ്ടമുണ്ടായത്. അപ്പൊ ആ ഒരു പഠിത്തം നമുക്ക് മിസ്സായി എന്നാണ് നമ്മൾ പറയാറ്. അതേപോലെ തന്നെയാണ് മുരളിയെ നമ്മൾ പഠിത്തമായിട്ട് മനസ്സിലാക്കണം. देखो, भक्ति में एक श्लोक मिस हो गया, कोई बात नहीं, उसका इतना बड़ा नुकसान नहीं होता. हमको विष्णु सहस्त्र नाम बोलना था, हम भूल गए, कोई बात नहीं, दूसरा बोल देगा, हम ममा बोल देंगे बस. लेकिन यहाँ ऐसे नहीं होता है. जो पढ़ाई मुझे पढ़नी है स्कूल में, आप सोचिए एग्जाम में बाजू वाला लिख रहा है, अगर मुझे नहीं आया तो बाजू वाले ने लिखा इसलिए मुझे मार्क्स मिलेगा क्या?
नहीं मिलेगा। तो संगम युग की पढ़ाई जितना हमने, मैं समझती हूँ ज्यादातर हम बाबा के बच्चों ने मुरली को ऐसे पढ़ाई, ऐसे എഡ്യൂക്കേഷൻ അക്സെപ്റ്റ് नहीं किया है. ഇപ്പൊ ബെഞ്ചി പറയുന്നത്, പക്ഷെ ബാബയുടെ കുട്ടികള് സംഗമയുഗത്തില് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബാബയുടെ മുരളിയെ ഈ രീതിയില് പഠിത്തത്തിന്റെ രൂപത്തില് അത്ര കണ്ട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഭക്തിയിൽ ഏതെങ്കിലും ഒരു മന്ത്രമോ ജപമോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രമോ നാമജപമോ ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു വരിയോ ഒക്കെ മറന്നുപോയാൽ അതിലിപ്പോ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ നമ്മൾ സ്കൂൾ കോളേജിൽ പഠിക്കുകയാണ്, പരീക്ഷയില് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടി അത് എഴുതിയിട്ടുണ്ട്, അപ്പൊ അവർക്ക് മാർക്ക് കിട്ടും, എനിക്ക് മാർക്ക് കിട്ടില്ല, അപ്പൊ നഷ്ടം വരുന്നുണ്ട്. പഠിത്തം മിസ്സാവുമ്പോ എനിക്ക് നഷ്ടം വരുന്നുണ്ട്. അതേപോലെ തന്നെ മുരളിയെ പഠിത്തമായിട്ട് കാണുന്നതില് കുറവുണ്ട് ബാബയുടെ കുട്ടികൾക്ക്. लौकिक में कहते हैं ऑल लिटरेट्स आर नॉट एजुकेटेड. बहुत सुंदर सेइंग है, ऑल लिटरेट्स आर नॉट एजुकेटेड. जिसको अक्षर ज्ञान है वो सभी विद्वान नहीं है. जो हम बोल. അതായത് അറിവുള്ളവർക്കെല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അറിവുള്ളവർക്കെല്ലാം വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. कन्नड़ में सर्वज्ञ का वचन होता है. आपको कन्नड़ समझ में आता है? नहीं. कोई बात नहीं. ಅಕ್ಕರವು ಲೆಕ್ಕಕ್ಕೆ ತರ್ಕತಾ ವಾದಕ್ಕೆ ಮಿಕ್ಕ ಓದುಗಳು ತಿರುಪೆಗೆ ಮೋಕ್ಷಕ್ಕೆರಡಕ್ಕರವೇ ಸಾಕು ಸರ್ವಜ್ಞ. इसका मतलब होता है अक्षर, अक्करऊ लेखके लिखने के लिए, तर्कता वादक के बहस करने के लिए तर्क होता है. दूसरा जो भी आप सीखते हैं उसका कोई वैल्यू नहीं है. जिंदगी के लिए 2 अक्षर चाहिए, वो है ज्ञान. सर्वज्ञ क्या कहता? सर्वज्ञ कन्नड़ का एक बहुत बड़ा कवि होके गया. उसने कहा है कि मनुष्य जीवन में मुक्ति पाने के लिए 2 शब्द चाहिए, वो है ज्ञान. क्या चाहिए? अब आप बोलो. अभी हिंदी तो समझ गए? हाँ, लेकिन इतना नहीं समझा. മനസ്സിലായത് ഞാൻ പറയാം. അതായത് ജീവിതത്തില് നമുക്ക് വേണ്ട 2 അക്ഷരം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാണ്. हाँ, और आदि शंकराचार्य जी ने भी बहुत सुंदर कहा है, कुरुते गंगा सागर गमनम वृत परिपालन अथवा दानम ज्ञाने विनः जन्म शतानाम मुक्ति न लभति जन्म शतेना. इसका अर्थ होता है आप कितना भी गंगा स्नान करो, तीर्थ यात्रा करो, 100 जन्म लेने पर भी अगर ज्ञान की प्राप्ति नहीं हुई तो मुक्ति नहीं मिल सकती. അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, ശങ്കരാചാര്യന്റെ വാക്കുകളാണ്. എത്ര ഗംഗാ സ്നാനം ചെയ്താലും ശരി, നിങ്ങൾ ജ്ഞാനിയല്ല എന്നുണ്ടെങ്കിൽ, ജ്ഞാനം നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര ജന്മം എടുത്താലും നിങ്ങൾക്ക് മുക്തി കിട്ടില്ല. तो पढ़ाई का मूल लक्ष्य है ज्ञान प्राप्ति. पढ़ाई का मूल लक्ष्य क्या है? ज्ञान की प्राप्ति. आप सोचिए, आप एक दिन मुरली में नहीं आए. आजकल क्या हो गया है, हम सोचते हैं मुरली हमारे हथेली में है, हमारे मोबाइल में मुरली है. तो क्या मुरली मोबाइल में पढ़ लेना पढ़ाई मानी जाती है? മുരളി മൊബൈലിൽ വായിക്കുന്നതിനെ പഠിത്തം എന്ന് പറയാൻ സാധിക്കുമോ? आप सोचिए, हमारे पास जब हम स्कूल कॉलेज में पढ़ते थे, हमारे पास टेक्स्ट बुक तो होता ही था, हर एक के पास टेक्स्ट होता था. टेक्स्ट होने के बावजूद अटेंडेंस वाज कंपल्सरी. ഇപ്പൊ നമ്മള് സ്കൂൾ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടായിരുന്നിട്ടും സ്കൂളില് കോളേജിൽ പോയില്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് കിട്ടില്ല. और अटेंडेंस की कमी होने से एग्जाम में बैठने नहीं देते थे. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. इसलिए संगम युग में अभी हम क्या देख रहे हैं, इतने लंबे संगम युग के जीवन के पहले वाले जो बाबा के बच्चे थे, उनमें मुरली की बहुत एक अंदर से आकर्षण रहता था, कशिश होती थी. मुरली एक शब्द भी मिस नहीं करते थे. लेकिन आजकल हम सब बाबा के बच्चे मीठे मीठे बच्चे बन गए हैं.
मीठे मीठे बच्चे मना, जब लास्ट में बाबा बोलते हैं ना, मीठे मीठे सिकिल दे बच्चों को माता पिता बाप दादा का याद प्यार और गुड मॉर्निंग, तब पहुंच जाते हैं सभी। हमारे पास एक भाई रोज देरी से आता था, रोज देरी से। एक दिन कुछ कारण हो सकता है, एक दिन कुछ बीमारी हो सकती है, एक दिन कोई समस्या हो सकता है, लेकिन रोज देरी से आना। मैंने एक दिन उससे पूछा, भाई आप रोज देरी से क्यों आते हो, क्या आपका घड़ी पीछे है क्या? ना, घड़ी पीछे होने से भी ऐसे हो जाता। तो उसने मजेदार जवाब दिए। उसने क्या जवाब दिया पता है? दीदी, वो मुरली में बाबा क्या सुनाता है, तुम आत्मा हो मैं परमात्मा हूं, वही सुनाता है। और मुरली का सार लास्ट में 2 वाक्य होते हैं, वो सुनने के लिए मैं पहुंच जाता हूं। मैं इतना बुद्धू भी नहीं हूं जो एक ही बात बार बार सुनो। लास्ट के 2 वाक्य इंपॉर्टेंट है, वो सुनने के लिए पहुंच जाता हूं। मतलब भगवान बुद्धू है, हम सब बुद्धिमान है। അതായത് സംഗമ യുഗത്തില് മുരളിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മുടെ സംഗമ യുഗത്തിലെ തുടക്കം ബാബയുടെ കുട്ടികളായിരുന്നവര്, ദാദിമാര്, അവരെല്ലാം മുരളിക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവരൊരു വാക്ക് പോലും മുരളിയുടെ, ഒരു ദിവസം ഒരു വാക്ക് പോലും മുരളിയുടെ മിസ്സാക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അതിന്റെ ആഴത്തിൽ പോയിട്ട് അതിന്റെ ആനന്ദം അനുഭവം ചെയ്തവരാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ബാബയുടെ കുട്ടികള് അതില് വളരെ അലസമാണ്. കൂടുതലും വൈകിയാണ് മുരളി ക്ലാസ്സിന് വരുന്നത്. അപ്പോ ദീദി പറയാണ്, എല്ലാവരും ബാബയുടെ മധുരമായ കുട്ടികളായി മാറി. അവസാനം ബാബ യാദ് പ്യാർ നമസ്തേ, മീറ്റേ മീറ്റേ ബച്ചോക്കോ എന്ന് പറഞ്ഞ യാദ് പ്യാർ നമസ്തേ പറയുമ്പോഴാണ് പലരും എത്തുന്നത്. അപ്പൊ ദീദിയുടെ സെന്ററിലും ഒരു ബായി അങ്ങനെ എല്ലാ ദിവസവും വൈകി ഈ നമസ്തേ പറയുന്ന സമയത്ത് എത്തുക. അപ്പൊ ദീദി ചോദിച്ചു, ഇതെന്താ എല്ലാ ദിവസവും വൈകുന്നത്? അപ്പൊ എന്നും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇങ്ങനെ ഒഴിവ് കഴിവ് പറയുമായിരുന്നു. എന്നിട്ട് ചോദിച്ചപ്പോ ബായി പറയാണ്, ബാബ എല്ലാ ദിവസവും ഒരേ കാര്യമല്ലേ പറയുന്നത്, സ്വയാത്മാവാണെന്ന് മനസ്സിലാക്കണം, പരമാത്മാവായ അച്ഛനെ ഓർമ്മിക്കണം. ഇതിപ്പോ എല്ലാ ദിവസവും കേൾക്കേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ബാബ നമസ്തേ പറയുന്നത് മാത്രം കേൾക്കാൻ, അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബയെ ഒരു ബുദ്ധുവാക്കി. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ പറയുന്ന ആള് നമ്മൾ ബുദ്ധിമാനാണ്, അപ്പൊ നമ്മൾ മനസ്സിലാക്കി അതിപ്പോ എല്ലാ ദിവസവും കേൾക്കണ്ടല്ലോ, ഇത് മാത്രം കേട്ടാൽ മതിയല്ലോ, അങ്ങനെയായി മാറി ഇന്ന് പറയാണ്. इसलिए बाद में मैंने उसको समझाया, भगवान रोज रोज क्यों समझाता है ये 2 बातें, तुम आत्मा हो मैं परमात्मा हूं, क्योंकि इसी में हम वीक है। हमारी बुद्धि बार बार दुनिया में जाती है, हमारी बुद्धि बार बार देह में जाती है। इसलिए दुनिया से बुद्धि हटाकर दुनिया के रचयिता के साथ जोड़ना, देह से हटाकर आत्मा के साथ जोड़ना, इसके लिए परमात्मा को 90 साल से मेहनत करना पड़ रहा है, फिर भी हम पास नहीं हो रहे हैं। तो क्या केवल पता होने से, देखो हिंदी में 2 शब्द है, जानना और समझना, ये दोनों अंतर है। हम जानते बहुत कुछ है, समझते बहुत कम है। ഇതില് പറയാനുള്ളത് 2 വാക്ക് നമ്മൾ അതറിയണം. അതായത് കാര്യങ്ങളെ അറിയുക എന്നത് വേറെ, പക്ഷെ മനസ്സിലാക്കുക, അത് എന്താണോ അറിഞ്ഞത് അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, പ്രാവർത്തികമാക്കുക, അത് വേറെ കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ആ ബായിയുടെ അടുത്ത് ദീദി പറഞ്ഞു കൊടുത്തു, നോക്കൂ എല്ലാ ദിവസവും ബാബ പറയാണ് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, പരമാത്മാവായ അച്ഛനെ ഓർമ്മിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അത് ചെയ്യുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധി ആത്മാവിലോ പരമാത്മാവിലോ നിൽക്കുന്നില്ല, പകരം ദേഹത്തിലും ദേഹത്തിന്റെ ലോകത്തിലേക്കും ഒക്കെ ബുദ്ധി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധി വീക്കാണ് നമ്മുടെ. ബാബയിലേക്ക് യോജിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല, ദേഹബോധത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടല്ലേ ബാബയ്ക്ക് എല്ലാ ദിവസവും അത് പറഞ്ഞു തരേണ്ടി വരുന്നത്. इसलिए आज का जो हमारा सोच है, ज्ञान की प्राप्ति करने के लिए जितना, देखो दादी जानकी को आप सभी ने देखा है। दादी जानकी से जब हम मिलने जाते थे तो हंसा बहन क्या करती थी, बाहर एक मुरली रखती थी। जाते ही दादी पूछती थी आज बाबा ने क्या कहा है। तो हंसा बहन कहती थी पढ़ के जाना, अगर भूल गए हो तो 1-2 पॉइंट याद करके जाना। अगर आपने पॉइंट नहीं सुनाई तो दादी मुरली पढ़ना शुरू कर देती थी। इस उम्र में 104 के उम्र में
मुरली अगर आपने एक भी पॉइंट नहीं सुनाई तो दादी पूरा मुरली पढ़ती थी। दादी को वोकल कॉर्ड पे ज्यादा प्रेशर पड़ता था, इसलिए हंसाबेन कहती थी आप ना पहले पढ़ के जाओ, मुरली सुन के एक दो पॉइंट सुना देना। इतनी पुरानी दादियां जो बाबा के जमाने के हैं, उनको मुरली के एक एक शब्द का इतना कद्र था। तो हम अपने आप से प्रश्न करें, मैं कितना बाबा की पढ़ाई से, बाबा की मुरली से, बाबा के ज्ञान से कितना मैं प्यार रखता हूँ। ഇപ്പൊ യജ്ഞത്തില് ദാദിമാർക്ക് ഇത്രയും വർഷങ്ങളായിട്ട് പോലും അവർക്ക് മുരളിയോട് എത്ര സ്നേഹവും റെസ്പെക്റ്റുമാണുള്ളത്. ഇപ്പൊ ജാനകി ദാദിയുടെ കാര്യം പറയാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും ദാദിയെ കാണാൻ വേണ്ടി ദാദിയുടെ റൂമിലേക്ക് പോകുമ്പോൾ ഉറപ്പാണ് ദാദി ഫസ്റ്റ് ചോദിക്കുക ഇന്നത്തെ മുരളിയുടെ പോയിന്റ് എന്താന്ന് പറയും. അപ്പൊ ദാദിയുടെ ബ്രാഹ്മണി അതുകൊണ്ട് ദാദിയുടെ റൂമിന്റെ പുറത്ത് തന്നെ ഒരു മുരളി വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് കാണാൻ വരുന്നവരോട് പറയും, നിങ്ങൾ ആദ്യം ആ മുരളി ഒന്ന് വായിക്കി, ദാദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയാൻ കിട്ടണ്ടേ. ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാദി ഫുൾ മുരളി പിന്നെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങും. അപ്പൊ അത് ദാദി 104 വയസ്സാണ്. അപ്പൊ ദാദിയുടെ ശരീരത്തിനും അത് ബുദ്ധിമുട്ടാണല്ലോ, ഈ വോക്കൽ കോഡിന് അത് കൂടുതൽ പ്രഷർ കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണി അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ദാദിമാർക്ക് എന്തുമാത്രം സ്നേഹവും ബഹുമാനമാണ് മുരളിയോട് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളോട് സ്വയം ഒന്ന് ചോദിക്കും, നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. इसलिए पढ़ाई को हम अपना एक बहुत शक्तिशाली शस्त्र बनाए, पढ़ाई को शस्त्र बनाए। केवल पढ़ाई एक नेमीनाथ, बाबा कहते हैं ना, नेमीनाथ नहीं बनना है हमको। हाँ, आज मैंने मुरली सुन लिया, मैंने मुरली टीवी में सुन लिया, मैंने मोबाइल में सुन लिया, मैंने ऑनलाइन सुन लिया, लेकिन मुरली सुनना हमारे लिए, जैसे देखिए मुरली सुनना हमारे लिए इस जिंदगी में सबसे प्यारी चीज होनी चाहिए। क्या होनी चाहिए? प्यारी चीज. നമ്മളുടെ ജീവിതത്തില് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കണം മുരളി കേൾക്കുക എന്നുള്ളത്. അതാരെയും ബോധിപ്പിക്കാനായിരിക്കരുത്, പേരിന് വേണ്ടിയായിരിക്കരുത്. മൊബൈലിൽ വായിച്ചു, മൊബൈലിൽ കേട്ടു, ഓൺലൈനിൽ കണ്ടു, ടിവിയിൽ കണ്ടു, അങ്ങനെ പേരിന് വേണ്ടിയായിരിക്കരുത്. മുരളി നമ്മുടെ ജീവിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കണം. मैं आपको एक डिफरेंस सुनाती हूँ, ऑनलाइन मुरली सुनने वाले और ऑफलाइन सामने मुरली सुनने वाले। अभी अभी आपने दिल्ली में एक हंगामा हुआ जंतर मंतर में, आप सभी को पता है। एक पार्टी है जिसका नाम बोलना भी मुझे अच्छा नहीं लगता, कॉकरोच जनता पार्टी, ठीक है ना। वो सभी लड़के थे, सभी यंगस्टर्स। आपने कभी उनका भाषण सुना? कितने गंदे शब्द बोलते थे प्राइम मिनिस्टर के लिए, पता नहीं किसी, सभी के लिए वो गंदे गंदे शब्द, इतने अश्लील शब्द। तो मैंने सोचा, बाद में मैंने देखा उनके 8-10 के नाम मैंने गूगल में सर्च किया, इन्होंने क्या क्या पढ़ाई की है। पढ़ाई तो बहुत अच्छी की है। बाद में जब देखा गया उनकी जो पढ़ाई है ज्यादा ऑनलाइन पढ़ाई है। वो ऑफलाइन पढ़ाई, आमने सामने बैठ के ज्यादा पढ़ाई नहीं की है उन्होंने। जो ऑफलाइन पढ़ाई पढ़ते हैं ना, आमने सामने बैठ के पढ़ते हैं, वो पढ़ाई के साथ संस्कार सीखते हैं। क्या सीखते हैं? संस्कार सीखते हैं। टीचर कैसे बोलता है, टीचर कैसे भाषा उपयोग करता है, टीचर कैसे बैठता है, ये सारी चीजें जिसको बिहेवियरल मैनेजमेंट कहते हैं। क्या बोलते हैं? बिहेवियरल मैनेजमेंट। वो सभी हम ऑफलाइन पढ़ाई से केवल शिक्षा प्राप्त नहीं करते, हमारी व्यवहार में बदलाव आता है, जो उन लड़कों में नहीं था। और विचित्र बात यह है, उन्होंने जो गंदे शब्द बोले, उन गंदे शब्द के लिए उनके पास पश्चाताप भी नहीं है। हमारे मुंह से कभी गलत शब्द निकल गया तो हम तुरंत सॉरी बोलते हैं, है ना। लेकिन आजकल के, केवल वो सीजेपी के लिए नहीं कह रहे हूं, आजकल के यंगस्टर्स में आप देख रहे हैं बहुत बुद्धिमान है, लेकिन उनमें मिनिमम मैनर्स भी नहीं है। इसका कारण है ऑनलाइन स्टडी। अगर वो ही गुरुकुल में पढ़ते, वही अगर उनकी शिक्षा मैनुअल होती, तो उनमें हर स्टेप पर सुधार लाया जाता, हर स्टेप पर।
इसलिए बाबा भी हमें ऑफलाइन ही पढ़ाते हैं। कैसे पढ़ाते हैं बाबा? ऑफलाइन ही पढ़ाते। आजकल संस्था बड़ी हो गई तो ये सारे सिस्टम्स बन गए, लेकिन ब्रह्मा बाबा ने बच्चों को कैसे पढ़ाया? आमने सामने पढ़ाया। ज्यादा से ज्यादा मुरली लिख के भेजा बाबा ने, सुनकर। उस समय भी रिकॉर्डिंग्स होते थे, लेकिन रिकॉर्डिंग को ज्यादा बाबा ने इंपॉर्टेंस नहीं दिया। या तो सामने सुनो या तो मुरली सुनो। मुरली पढ़ने पर ज्यादा जोर नहीं दिया, मुरली सुनने पर ज्यादा जोर दिया। इसलिए अब हमको देवता बनना है। देवता कैसे बनेंगे? मुरली से बनेंगे। कैसे बनेंगे? मुरली से। तो मुरली सुनने से बनेंगे या पढ़ने से बनेंगे? आप मुझे बताओ। അതായത് മുരളി വായിക്കുന്നത് വേറെ, മുരളി കേൾക്കുന്നത് വേറെ. അപ്പോ മുരളി കേട്ടാലാണ് ദേവതയാകുള്ളൂ, മുരളി വായിച്ചത് കൊണ്ട് ദേവതയാകില്ല. പിന്നെ പഠിത്തത്തെ കുറിച്ച് പറഞ്ഞു. 2 തരം പഠിത്തം നമുക്ക് ലൗകികത്തിലും അറിയാം, ഒന്ന് ഓഫ്ലൈൻ ഒന്ന് ഓൺലൈൻ. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ മുന്നിൽ വന്നിരുന്ന്, ഇതുപോലെ സ്കൂൾ കോളേജുകളിൽ നമ്മൾ ടീച്ചറിന്റെ മുന്നിൽ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുന്നതാണ് ഓഫ്ലൈൻ എന്ന് പറയുന്നത്. ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റിൽ കൂടിയോ കറസ്പോണ്ടൻസ് കോഴ്സ് അങ്ങനെയെല്ലാം പഠിക്കുന്നത്. ഇപ്പൊ ക്ലാസ് റൂമിൽ നമ്മൾ വരില്ല. അപ്പോ ബാബയുടെ പഠിത്തം എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ്. എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ വന്നിരുന്ന് പഠിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പഠിത്തത്തിലൂടെ മാത്രമാണ് മാനേഴ്സ് ഉണ്ടാകുള്ളൂ, സംസ്കാരം നല്ലതാകുള്ളൂ, സ്വഭാവം നല്ലതാകുള്ളൂ. കാരണം ടീച്ചറിനെ നമ്മൾ കാണുന്നുണ്ട്, അവരുടെ സംസാര ശൈലി നമ്മൾ കേൾക്കുന്നുണ്ട്, അവരുടെ പെരുമാറ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ നല്ല സംസ്കാര സ്വഭാവ രൂപീകരണം കൂടിയാണ് നമ്മൾ ഗുരുകുലത്തില് അല്ലെങ്കിൽ ക്ലാസ് ഹാളിൽ വന്നിരുന്ന് നമ്മൾ ടീച്ചറിന്റെ മുന്നിലിരുന്ന് പഠിക്കുമ്പോൾ. അത് ഓൺലൈനിലൂടെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതിന് എക്സാമ്പിൾ തെളിവ് പറയാണ്. ഇപ്പൊ നമുക്കറിയാം ഡൽഹിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ പാർട്ടിയുടെ പേര് കോക്രോച്ച് പാർട്ടി എന്നാണ്. അപ്പോ ആ പാർട്ടിയിലുള്ളവരുടെ സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മാനേഴ്സ് ഇല്ലാതെ അത്രയും മോശമായിട്ടുള്ള വാക്കുകളാണ് അവരുടെ മുഖത്ത് നിന്ന് വരുന്നത്. പ്രൈം മിനിസ്റ്ററിനെ കുറിച്ചൊക്കെ എത്ര മോശമായിട്ടാണ് അവർ സംസാരിച്ചത്. അപ്പൊ ദീദി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ വിദ്യാർത്ഥികൾ. അപ്പൊ ഓൺലൈനിൽ മുഖ്യമായിട്ടുള്ള കുറച്ച് പേരുണ്ടല്ലോ, അവരുടെ എഡ്യൂക്കേഷൻ നോക്കി. അപ്പൊ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ അവരെല്ലാവരും കൂടുതലും ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ ക്ലാസ്സുകൾ ചെയ്തവരാണ്. അപ്പൊ അതിന് തെളിവാണ് സംസ്കാരമില്ല, മാനേഴ്സ് ഇല്ല. അപ്പൊ ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഓൺലൈൻ മുരളിയല്ല. ക്ലാസ് ഹാളിൽ വന്നിരുന്ന് നമ്മൾ ഡയറക്റ്റ് ബാബയുടെ മുന്നിലിരുന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ സംസ്കാരത്തിൽ പെരുമാറ്റത്തിലും ഒക്കെ മാറ്റം വരുള്ളൂ, മാനേഴ്സ് വരുള്ളൂ. बाबा की इस विश्वविद्यालय में 2 पीरियड हमारा क्लासरूम पीरियड है, 2 पीरियड हमारा प्रैक्टिकल है। 4 सब्जेक्ट में 4 सब्जेक्ट है ना, ज्ञान, योग, धारणा, सेवा, 4 है ना। इसमें ज्ञान और योग क्लासरूम सब्जेक्ट है, धारणा और सेवा प्रैक्टिकल सब्जेक्ट है. ഇപ്പൊ ബാബയുടെ പഠിത്തത്തിൽ നമുക്കറിയാം 4 വിഷയമാണുള്ളത്: ജ്ഞാനം, യോഗം, ധാരണ, സേവനം. ഇതില് ജ്ഞാനവും യോഗവും ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്യേണ്ട വിഷയമാണ്. ധാരണയും സേവനവും പുറത്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. आप बताइए, हर सेंटर में 6 से 8 अपने अपने समय अनुसार 2 घंटे का सेशन होता है. उसमें 1 घंटा योग, 1 घंटा मुरली क्लास. आप लोग कौन से सेशन में पहुंचते हो, ज्ञान में या योग में? ഇപ്പൊ നമുക്കറിയാം ദിവസവും മുരളി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെഷൻ ഉണ്ട്. 6 മുതൽ 8 വരെയുള്ള 2 മണിക്കൂറില് യോഗത്തിന്റെ സെഷൻ ഉണ്ട്, യോഗത്തിന്റെ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മുരളിയുടെ പീരീഡ് ഉണ്ട്. നിങ്ങൾ ഏത് പീരീഡിലാണ് എത്താറുള്ളത്, ഏത് സെഷനിലാണ് എത്താറുള്ളത്? कब आते हैं? सेकंड में, सेकंड एंड में सेकंड एंड में. आप बताइए, आप स्कूल सभी गए हैं ना? स्कूल में अगर हम देरी से पहुंचते तो अंदर आने देते थे, हमको बाहर खड़ा करते थे, है ना? സ്കൂളിൽ വൈകി വന്ന പുറത്തു നിർത്തില്ലേ?
लेकिन संगम युग में बाबा ने दंडम दशगुणम भवेत नहीं रखा है। बाबा प्यार से सभी देरी से आने वाले, नहीं आने वाले, हफ्ते में आने वाले, साल में आने वाले, सब मीठे मीठे बच्चे, कोई कट्टे बच्चे कड़वे बच्चे नहीं है यहाँ पर। ബാബ പക്ഷേ ഒരിക്കലും നമുക്ക് സംഗമയുഗത്തിൽ നമ്മളെ ശിക്ഷിക്കില്ല. അതാണ് എപ്പോഴും ബാബ സ്വഭാവം മോശമാണെങ്കിൽ പോലും നമ്മളെ വിളിക്കുക ബാബ എപ്പോഴും എന്താണ്, മധുരമധുരമായ കുട്ടി എന്നാണ്. इसलिए इम्पोर्टेंट जीवन का अनुभव क्या कहता है, योग के बिना मुरली सुनते हैं, मुरली धारणा नहीं होती है। पहले योग करो। अभी अगर आप मुझे मुरली सुनाने कहोगे तो मैं पहले मिनिमम 15 मिनट योग कराए बिना मैं मुरली नहीं सुनाऊंगी, मुझे अच्छा नहीं लगेगा। बाबा कहते ना, क्या बोलते, शेरनी का दूध सोने के बर्तन में रखना है ना। भगवान शेरनी का भी शेरनी है कि नहीं है? शेरनी के दूध के लिए सोने का बर्तन चाहिए। भगवान का ज्ञान इस बर्तन में लेने के लिए ये बर्तन कितना साफ बनाना होगा हमको, नहीं तो वो धारणा कैसे होगी हमें। ഇപ്പൊ യോഗം ചെയ്യാതെ ഡയറക്റ്റ് വന്ന് മുരളി കേൾക്കുമ്പോൾ ബുദ്ധിയിൽ അത്രയും തന്നെ നമുക്ക് മുരളി കയറില്ല, ധാരണയാകില്ല. അപ്പോൾ നമ്മൾ യോഗം ചെയ്ത സ്ഥിതിയിൽ ഇരുന്നിട്ട് മുരളി കേൾക്കുമ്പോഴാണ് മുഴുവൻ മുരളി നമ്മുടെ ബുദ്ധിയിൽ കയറുള്ളൂ. ഇപ്പൊ ദീദി പറയാണ്, മുരളി കേൾപ്പിക്കാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞാലും ഞാൻ 15 മിനിറ്റ് മുമ്പെങ്കിലും വന്ന് യോഗം ചെയ്തതിന് ശേഷം മാത്രമേ മുരളി കേൾപ്പിക്കാറുള്ളൂ, അല്ലാതെ എനിക്ക് മുരളി കേൾപ്പിക്കാനേ തോന്നാറില്ല. അപ്പോ അതിന്റെ കാരണം ഇതാണ്, പറയാറുണ്ടല്ലോ ബാബ തന്നെ, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് ഏറ്റവും നല്ല പാത്രത്തിലാണ് വെക്കേണ്ടത്. അപ്പൊ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് ബാബയും ബാബയുടെ മുരളിയുമാണ്. അപ്പൊ അത് ഇരിക്കേണ്ടതും ഏറ്റവും നല്ല പാത്രം ബുദ്ധി അത്രയും നല്ലതായിരിക്കണം. അപ്പൊ ബുദ്ധി അത്രയും നല്ലതാക്കണമെങ്കിൽ യോഗം ഇല്ലാതെ യോഗം ചെയ്യാതെ സാധിക്കില്ല. इसलिए हमें आज से, आपको पता है ना, मुरली बांसुरी, मुरली माने क्या है, बांसुरी। मुरली में कितने छेद होते हैं? वेणु कहते हैं, बांसुरी कहते हैं, उसमें कितने छेद होते हैं? മുരളി പറഞ്ഞ ഓടക്കുഴൽ. അപ്പൊ അതിന് ഓടക്കുഴൽ എത്ര ഓട്ടുണ്ട് ആ ഓടക്കുഴലില്? सोच के बताइए कितना है? 7 ഓട്ടകളുണ്ട്. 7 या 9? कौन कहते 9? हाँ, कौन कहते 7? 7 ആണോ 9 ആണോ അതിലുള്ള ആ ഓട്ടകൾ? सोचिए, ऊपर 7 रहता है, ऊपर एक नीचे एक, वो भी छेद है ना, अगर उसे बंद कर दो तो कैसे निकल? അതായത് ആ വടിയില് 7 ഓട്ടകളുണ്ട്, പക്ഷെ അറ്റം രണ്ടും തുറന്നിട്ടല്ലേ ഇരിക്കുന്നേ. 9 है ना। मानव शरीर भी एक वेणु है, बांसुरी है, इसमें भी 9 छेद है, നവദ്വാരങ്ങൾ ഉണ്ടല്ലോ ശരീരത്തിൽ. इसलिए अगर इस शरीर को वेणु बनाना है, मुरली बनाना है, तो इसके अंदर के अभिमान को सरेंडर करना है, तो उसके लिए बाबा की मुरली को अति बारीकी से सुनना होगा, तभी हमारे शरीर का अभिमान हम सरेंडर करते हैं। भगवद गीता में ज्ञान प्राप्ति के 3 मार्ग बताते हैं, बहुत सुंदर, मुझे बहुत प्यारा लगता है वो। तद्विद्धि ही माना ज्ञान प्राप्ति के लिए प्रणिपातेन परिप्रश्नेन सेवया, ये 3 मार्ग है। पहला है प्रणिपातेन। प्रणिपात माना साष्टांग नमस्कार, ये शब्द केरला में भी यूज करते हैं, साष्टांग नमस्कार, है ना। प्रणिपात का अर्थ होता है साष्टांग नमस्कार। इसका अर्थ है कि देह का अभिमान सरेंडर करना। समझ में आया? ज्ञान प्राप्ति के लिए पहला क्या है? ജ്ഞാനം പ്രാപ്തമാക്കാൻ 3 കാര്യങ്ങള്. ഫസ്റ്റ് സാഷ്ടാംഗം പ്രണമിക്കുക, ദേഹസഹിതം അർപ്പണം ചെയ്യാം. देह सहित सब भावनाएं सरेंडर करना। दूसरा है परिप्रश्नेन। परिप्रश्नेन का मतलब है मैं आपसे प्रश्न तभी पूछ सकती हूँ अगर मुझे बुद्धि का अभिमान है, मुझे विद्या का अभिमान है, तो मैं किसी से कुछ नहीं पूछूंगी, मैं सब जानती हूँ, अकड़ के चलती हूँ. രണ്ടാമത്തത് വിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിക്ക് അഭിമാനമുള്ളവരാണെങ്കിൽ ഒന്നും ആരോടും ചോദിച്ച് മനസ്സിലാക്കാൻ നിൽക്കില്ല. കാരണം എന്താ വിചാരിക്കുക, എനിക്കെല്ലാം അറിയാം എന്നുള്ള അഭിമാനത്തിലിരിക്കുക. അപ്പൊ അവര് ഒന്നും ആരോടും ചോദിക്കൂല, ചോദിച്ച് ക്ലിയർ ചെയ്യൂല, മനസ്സിലാക്കൂല. അപ്പൊ രണ്ടാമത് അതും പാടില്ല.
इसलिए ज्ञान प्राप्ति के लिए सदैव हमारे अंदर नम्रता से प्रश्न पूछने की, समझने की। ജ്ഞാനം ശരിക്കും നമുക്ക് ജ്ഞാനം മുഴുവനും നേടണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാകും. എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിന് രണ്ടാമത് വേണ്ട ഗുണം എന്ന് പറഞ്ഞാൽ വിനയം. विनय, उसके लिए चाहिए बुद्धि का और विद्या का अभिमान सरेंडर करना. ബുദ്ധിയുടെ അഭിമാനം സമർപ്പിക്കണം. എനിക്കെല്ലാം അറിയാം, എന്റെ ആ അറിവിന്റെ വിദ്യയുടെ അഭിമാനവും സമർപ്പിക്കണം. तीसरा है सेवया. सेवा वो ही कर सकता है जिसको पद का, पोजीशन का, जाति का अभिमान नहीं है. പദവി, പൊസിഷൻ, ജാതി ഇതിന്റെ ഒന്നും അഭിമാനം ഇല്ലാത്തവർക്കേ മൂന്നാമത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സേവനം. ये तीनों अगर है तो तुझे ज्ञान प्राप्ति हो सकती है. ഈ മൂന്നും ഉണ്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞത് ദേഹം, ദേഹത്തിന്റെ എല്ലാതും സമർപ്പണിച്ച്, അതാണ് സാഷ്ടാംഗ പ്രണാമം എന്ന് പറഞ്ഞത്. രണ്ട്, ബുദ്ധി, അറിവ്, ഇതിന്റെ അഭിമാനം സമർപ്പണം ചെയ്യുക. മൂന്നാമത്തത് എന്റെ ജാതി, പൊസിഷൻ, പദവി ഇതിന്റെ അഭിമാനവും സമർപ്പണം ചെയ്യണം. हाँ, इसके लिए क्या होगा, हमें जब मुरली सुनते 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 हम अपने आप को वेणु बना सकते. ये सारा समर्पण तभी हो सकता है. नहीं तो कहते हैं ना, अध भरा हुआ घड़ा हिलता है. घड़ा रहता है ना, अध भरा है तो बहुत आवाज भी करता है, हिलता है. अगर हम पूरी तरह से मुरली सुने ही नहीं तो हम परिपूर्ण कैसे बन सकते हैं? അതായത് നിറകുടം തുളുമ്പില്ല എന്ന് പറയാറുണ്ട്. പകുതിയെ നിറഞ്ഞുള്ളൂ എങ്കിൽ അത് ശബ്ദം ഉണ്ടാക്കും. അതേപോലെ മുരളി പൂർണ്ണമായിട്ടും നമ്മൾ കേൾക്കുന്നില്ല, ധാരണയാകുന്നില്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ എങ്ങനെയാണ് നമുക്ക് ആ അറിവ് പ്രാപ്തമാക്കി എന്ന് പറയാൻ സാധിക്കും? നിറയുന്നത് എങ്ങനെയാണ്? ബുദ്ധിജ്ഞാനം കൊണ്ട്. आपको पता है मुरली क्या है? इट इज अ पर्सनालिटी ऑफ गॉड. व्हाट इज मुरली? इट इज अ पर्सनालिटी ऑफ गॉड. മുരളി യഥാർത്ഥത്തിൽ ഈശ്വരന്റെ വ്യക്തിത്വമാണ്. हाँ, ईश्वर को हम समझे कैसे? मुरली से. ईश्वर को हमने देखा कैसे? मुरली से. ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത് മുരളിയിലൂടെയാണ്. ഈശ്വരൻ ആരാണെന്ന് നമ്മൾ കാണുന്നത് മുരളിയിലൂടെയാണ്. നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, മുരളി ദിവസത്തെയും മുരളി നമ്മളുടെ ശസ്ത്രമാണ്, ആയുധമാണ് എന്ന് പറഞ്ഞു. ശക്തിശാലി ആയുധമാണ്. शक्तिशाली आयुध. अभी देखिए, अगर हम मुरली देरी से सुनते, हम सोचते हैं हमारे पास, आप मुझे बताइए, आप पढ़ने से आनंद आता है या सुनने से आनंद आता है? നിങ്ങൾ തന്നെ പറയും, മുരളി വായിക്കുമ്പോഴാണോ നിങ്ങൾക്ക് രസം തോന്നുന്നത്, കേൾക്കുമ്പോഴാണോ? किससे? सुनने से, है ना? वो आप ऑनलाइन में सुनते हैं उससे आनंद ज्यादा आता है या सम्मुख सुनते हैं तब आनंद ज्यादा आता है? ഓൺലൈനിൽ കേൾക്കുമ്പോഴാണോ നേരിട്ട് കേൾക്കുമ്പോഴാണോ രസം? हाँ, और आधे में सुनते हैं तो ज्यादा आनंद आता है या शुरू से सुनते हैं तो ज्यादा? തുടക്കം മുതൽ കേൾക്കുമ്പോഴാണോ രസം, അതോ പകുതി മുതൽ കേൾക്കുമ്പോഴാണോ? स्टार्टिंग से. फिर देरी से क्यों आते हैं? എന്നിട്ട് എന്താ വൈകി വരുന്നത്? फिर रोज क्यों नहीं सुनते हैं? പിന്നെന്താ ദിവസം മുരളി കേൾക്കാൻ വരാത്തത്? इसका मतलब है हमें क्या कहेंगे, दुनियावी मतलब मुरली सुनना ऐसा लगता है क्या? बाबा के घर आके मुरली सुनना बंधन लगता है क्या? ബന്ധൻ. हाँ, बंधन लगता है क्या? टाइम पर आके बैठो, सीधे बैठ के सुनो, झुटका नहीं खाओ, घर में आराम से पैर फैलाकर सोफे पे चाय पीते मुरली सुन सकते हैं ना? सेंटर में सिस्टमैटिकली सुनना पड़ता है. ക്ലാസ്സിൽ വന്നിരുന്ന് മുരളി കേൾക്കുന്നത് ഒരു ബന്ധനമായിട്ട് ഇനി തോന്നുന്നുണ്ടോ? വീട്ടിലാണെങ്കിൽ കാലൊക്കെ നീട്ടി വെച്ച് ചായ ഗ്ലാസ് ഒക്കെ കയ്യിൽ വെച്ചിട്ട് കേൾക്കാം. ഇവിടെ അങ്ങനെ പറ്റില്ല, സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കണം. ഇനി അതാണോ? ऐसे लगता है क्या? मैं सोचती हूँ क्यों मिस करते? आप सोचिए, इसमें इतना आनंद है तो भी हम मिस करते हैं, तो इसका मतलब कहाँ तो यहाँ पर अटका हुआ है सुई कि घर में आराम से अच्छे कपड़े पहनने की जरूरत नहीं, आधा अधूरा कपड़े में ही बैठो, कौन सुनेगा? അല്ല, ദീദി ചിന്തിക്കാറുണ്ടെന്ന്, ഇത്രയും ആനന്ദം കിട്ടുന്നുണ്ട് മുരളിയിലൂടെ, എന്നിട്ടും എന്താണ് മുരളി മിസ്സാക്കുന്നത്, നേരം വൈകുന്നത്? അത് ഇനി വീട്ടിലാണെങ്കിൽ നല്ല ഡ്രസ്സൊന്നും ഇടണ്ടല്ലോ, വീട്ടിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ? എന്താ കാര്യം എന്ന് ചോദിക്കുക. ऐसे होता है क्या? नहीं ना. तो आज से हम क्या करेंगे? आज अगस्त महीने का पहला दिन है.
हमारी दादी बड़ी दादी की यादगार महीना है, जिसने अंत तक कभी मुरली मिस नहीं की। मैं पूरा करने से पहले दादी जी के जीवन का एक अनुभव मुरली का जरूर सुनाऊंगी। दादी शरीर छोड़ने से 1 महीना पहले था, 1 या 1.5 महीना पहले, मैं पूरा सुना देती हूँ। जी। शांतिवन में मैं कुछ काम के लिए गई हुई थी। मुझे लगा मैं एक बार दादी से मिल लेती हूँ। दादी कॉटेज गई, अंदर जाने में डर लग रहा था, फिर भी मैंने ऐसे झांक के देखा। आशा दीदी बैठी थी दादी के बाजू में, दादी ऐसी लेटी हुई थी, आशा दीदी बैठी थी। उसने मुझे बुलाया, आ जाओ वीणा आ जाओ। मैं अंदर गई, इधर बैठी। आशा दीदी दादी को मुरली सुना रही थी। क्या सुना रही थी? ये समय होगा शाम के 5 बजे का। दादी को मुरली सुना रही थी। तो आशा दीदी को फोन आया किसी से, उनको जाना पड़ा। आशा दीदी ने कहा आप सुनाओ दादी को मुरली। मैं बैठ के सुनाने लगी। दादी ऐसे बैठी थी, मैं आगे जहां से मुरली सुनाया था वहां से आगे सुनाया मैंने। दादी सुनते सुनते दादी ने आंख बंद कर ली। दादी को मुश्किल से नींद आती थी। मैं सोचा दादी को नींद आ गई है, मैंने मुरली सुनाना बंद कर दिया। 10 सेकंड हुआ होगा, क्यों बंद कर दी मुरली, सुनाओ ना, दादी ने बोला। मैं सोचा आपने सो गई है दादी। तब दादी ने आंखें खोल के मुझे देखा, अच्छा आशा चली गई, वीणा बैठी हो। देखो दादी मुरली सुन रही थी, आशा दीदी सुना रही थी, बाद में मैंने चेंज किया, दादी को पता नहीं चला, वो मुरली के आनंद में थी। बाद में दादी ने कहा मेरा एक इच्छा है वीणा, सांस निकले तो भी मुरली सुनते हुए निकले, इसलिए तुम मुरली सुनाना बंद मत करना। ये दादी के साथ का मेरा लास्ट अनुभव था। പ്രകാശ്മണി ദാദിയുമായിട്ടുള്ള അനുഭവം പറയാണ് വീണ ദീദി. ദാദി ശരീരം വിടുന്നതിനോട് തൊട്ടു മുമ്പ് ഒരു പ്രാവശ്യം മധുബനിൽ പോയി ദാദി കോട്ടേജിൽ ദാദിയെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ റൂമിലൊന്ന് നോക്കിയപ്പോൾ മടിച്ചൊന്ന് എത്തി നോക്കിയപ്പോൾ ദാദി കിടക്കുകയാണ്. ആശാ ദീദി അവിടെ ഇരുന്ന് മുരളി കേൾപ്പിച്ചു കൊടുക്കുകയാണ് ദാദിക്ക്. അപ്പോൾ ദാദി കണ്ടു എന്നെ, അപ്പൊ എന്നെ വീണ വരൂ എന്ന് പറഞ്ഞ് വിളിച്ച് അപ്പുറത്ത് ഇരുത്തി. അപ്പോ ആശാ ദീദിക്ക് എവിടെയോ പോണ്ടതായിരുന്നു. അപ്പൊ ആശാ ദീദി ഇങ്ങനെ മുരളി കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതിന്റെ ഇടയിൽ ആശാ ദീദിക്ക് പോണ്ടതുകൊണ്ട് വീണ ദീദിയുടെ അടുത്ത് പറഞ്ഞു, ഇനി നീ മുരളി കേൾപ്പിക്ക് ബാക്കിയുള്ളതെന്ന്. അങ്ങനെ മുരളി കൊടുത്തു. പിന്നെ മുരളി ഇങ്ങനെ കേൾപ്പിക്കാൻ തുടങ്ങി, ദീദി കേൾപ്പിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ദാദി കണ്ണടച്ചു. അപ്പോൾ ആ സമയത്ത് ദാദിയുടെ ലാസ്റ്റ് സമയങ്ങളാണ്. ദാദിക്ക് അങ്ങനെ ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദീദി വിചാരിച്ചു ആ ദാദി ഉറങ്ങിയിട്ടുണ്ടാകും, ദാദി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുരളി അങ്ങ് നിർത്തി. മുരളി വായിക്കുന്നത് നിർത്തി. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ദാദി കണ്ണ് തുറന്നിട്ട് എന്താ മുരളി വായിക്കുന്നത് നിർത്തി എന്ന് ചോദിച്ചു. കണ്ണ് തുറന്നപ്പോഴാണ് വീണ ദീദീനെ കണ്ടത്. ഓ ആശയല്ലാലേ വീണയാലേ എന്ന്. അതായത് ആള് മാറിയത് പോലും ദാദി അറിഞ്ഞില്ല. അപ്പൊ ദാദി പറഞ്ഞു എന്ന്, എന്റെ ആഗ്രഹം ഇതാണ്, ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോകുന്ന ആ സമയത്തും മുരളി കേട്ടിട്ട് പോണം എന്നാണ് എനിക്ക് ആഗ്രഹം. അത്രയും മുരളിയോട് ആഴത്തിലുള്ള സ്നേഹമുണ്ടായിരുന്നവരാണ് ദാദിമാര്. അപ്പോ ദീദി പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങൾ എല്ലാവരും ഇന്ന് ഓഗസ്റ്റ് 1 ആണല്ലോ, ഇന്നു മുതൽ അതൊന്ന് ദൃഢമായിട്ട് ധാരണ ചെയ്യൂ. ഒരു ദിവസവും മുരളി മിസ്സാക്കില്ല. ഈ ഓഗസ്റ്റ് മാസം പ്രകാശ്മണി ദാദിയുടെ സ്മൃതി മാസവും കൂടിയാണ്. അതാണ് പറഞ്ഞത്. इसलिए आज हम एक पक्का करते हैं, प्रभु मिलन करना है ना, मुरली के बिना मिलन कैसे होगा? मिलन का आनंद हम कैसे अनुभव करेंगे? मुरली मना भगवान हमसे बातें करता है. മുരളി ഇല്ലാതെ എങ്ങനെ ബാബയെ നമ്മൾ മിലനം ചെയ്യും? കാരണം മുരളി എന്ന് പറഞ്ഞാൽ തന്നെ ബാബ നമ്മളോട് സംസാരിക്കുന്നതാണ് മുരളി. അപ്പൊ മുരളി കേൾക്കാതെ എങ്ങനെ നമ്മൾ ബാബയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തും? देखो जन्मों से हमारी बातें उसने सुना. अभी हमारी जन्मों की सभी प्रश्नों का, समस्याओं का जवाब मुरली में दे रहा है. ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബാബ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോ ബാബ വന്നിട്ട് നമ്മളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ജന്മാന്തരമായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മുരളിയിലൂടെ ഇപ്പൊ ബാബ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്.
इसलिए हम सौभाग्यशाली है जो बाबा की भाषा समझ रहे हैं, हम सौभाग्यशाली है भगवान की दरबार में बैठे हैं, हम सौभाग्यशाली है बाबा हमसे बातें करता है। അപ്പൊ നമ്മൾ എത്ര സൗഭാഗ്യശാലികളാണ്. നമുക്ക് ബാബയുടെ ഭഗവാന്റെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ ബാബയുടെ സഭയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ബാബ നമ്മുടെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. അപ്പൊ നമ്മൾ എത്ര സൗഭാഗ്യശാലികളാണ്. लेकिन ये समय मैं ना लौकिक में मेरी चाचा के बेटे के साथ पढ़ती थी, हम दोनों एक क्लास में, लेकिन स्कूल में एक ही साथ पढ़ते थे। कोई भी सब्जेक्ट में उसको 40 मिलता था, मुझे 80 मिलता था। वो रात दिन पढ़ती थी, मैं स्कूल में सुनती थी, होमवर्क करती थी, बस इतना ही। लेकिन मुझे ज्यादा समझ में आता था, ज्यादा मुझे मार्क्स मिलता था, बेचारी को कितना कष्ट उठाने पर भी नहीं मिलता था। तो मैं अपने दादाजी से पूछती थी, दादाजी ऐसे क्यों है, हम आपके ही पोते हैं पोतियां हैं दोनों, उसको इतना कष्ट उठाने पर भी समझ में नहीं आता, मुझे एक बार समझने से समझ में आता है। तो दादाजी ने कहा था जब ब्रह्मा ने भाग्य लिखा था वो सोई पड़ी थी, तुम जगी हुई थी। അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ ദീദിയും റിലേറ്റീവും എന്ന് പറഞ്ഞാൽ അങ്കിളിന്റെ മോളും ഒരേ പ്രായം ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എപ്പോഴും മാർക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് 40%, ദീദിക്ക് 80% മാർക്ക്. ആ കുട്ടിയാണെങ്കിൽ നന്നായിട്ടിരുന്ന് അത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും, പക്ഷെ മാർക്ക് കിട്ടില്ല. ദീദിയാണെങ്കിൽ ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യും, വീട്ടിൽ വന്നിട്ട് ഹോംവർക്ക് ചെയ്യും, പക്ഷെ മാർക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് എപ്പോഴും കുറവാണ്. അപ്പൊ മുത്തശ്ശനോട് ചോദിച്ചു, ഞങ്ങൾ പേരുടെയും മുത്തശ്ശനാണ്, അപ്പൊ ഒന്ന് പറയൂ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞ കാര്യമാണ്, ബ്രഹ്മാവ് ഭാഗ്യം എഴുതിയ സമയത്ത് ചിലപ്പോ ഈ കുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. समझ में आया? संगम युग ब्रह्मा हमारा भाग्य लिख रहे हैं, हमारे द्वारा ही लिखा जा रहा। अगर अभी मुरली सुनते समय आलस्य से, अलबेलेपन से चलता है, ऐसे सोच के मुरली को रेस्पेक्ट नहीं देंगे तो जन्म जन्मांतर के लिए भाग्य से वंचित रह जाएंगे। അപ്പൊ സംഗമയുഗത്തിലാണ് ശരിക്കും ബ്രഹ്മാവിലൂടെ ബാബ നമ്മുടെ ഭാഗ്യം എഴുതുന്നത്, ഭാഗ്യരേഖ വരയ്ക്കുന്നത് മുരളിയിൽ കൂടിയാണ് പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ മുരളിക്ക് ആ രീതിയിലുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, മുരളിയെ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വിധിപൂർവ്വം നമ്മൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജന്മജന്മാന്തരത്തേക്കുള്ള ഭാഗ്യമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. समथिंग इज बेटर देन नथिंग, नहीं आने से अच्छा है देरी से आना। വരാതിരിക്കുന്നേക്കാളും ഭേദമാണ് വൈകി വരുന്നത്. लेकिन देरी से आने से अच्छा है समय से पहले आना। പക്ഷെ വൈകി വരുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് എന്താണ്, സമയത്തിന് വരുന്നത്. अब क्या करेंगे, कौन सा चुनेंगे, नहीं आना, देरी से आना या समय से पहले आना? നിങ്ങൾ എന്താണ് ഇതിൽ സെലക്ട് ചെയ്യുക? അതായത് വരാതിരിക്കോ, വൈകി വരുമോ, അതോ സമയത്തിന് വരുമോ? आप हाथ उठाओ, कौन कौन रोज मुरली सुनेंगे? ദിവസവും മുരളി കേൾക്കുന്നുള്ളവർ കൈപൊന്തിക്കൂ. पक्का? लंबे लंबे हाथ उठाओ। अच्छा, नहीं, जो हाथ नहीं उठा रहे हैं उनका मतलब क्या है? वो അപ്പൊ കൈപൊന്തിക്കാതെ ഇരിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? देरी से आने वाले कितने हैं? हाथ उठाओ। വൈകി വരുന്നവര് എന്ന് വിചാരിക്കുന്നവരൊന്ന് കൈപൊന്തിക്കൂ. और नहीं आने वाले? വരേയില്ല എന്നുള്ളവര്, कभी कभी हफ्ते में എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയുള്ളവരൊന്ന് കൈപൊന്തിക്കും. कोई कारण है, ठोस कारण है, समझो तबीयत ठीक नहीं है, समझो घर बहुत दूर है, ऐसे कारण से है, नहीं तो बहाना नहीं बनाना है। क्या बनाना है? बहाना नहीं बनाना। ठीक है? ഒഴിവ് കഴിവുകൾ പറയാന്നുള്ളതാക്കരുത്. ഇപ്പൊ എന്തെങ്കിലും വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാരണമാണ്, സീരിയസ് ആയിട്ടുള്ള കാരണമാണ്, ഇപ്പൊ വയ്യ അതുകൊണ്ട് മുരളിക്ക് വന്നില്ല, ഓക്കെ. അല്ലെങ്കിൽ ഒരുപാട് ദൂരെയാണ് വീട്, വരാനേ പറ്റില്ല എല്ലാ ദിവസവും, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ വെറുതെ അലസമായിട്ട് ഒഴിവ് കഴിവ് പറഞ്ഞ് മുരളി മിസ്സാക്കാൻ പാടില്ല. ठीक है? इसलिए पढ़ाई से मान, मुरली से प्यार मना, मुरलीधर से प्यार, मुरली से प्यार मना, मुरलीधर से प्यार। മുരളിയോട് സ്നേഹം എന്ന് പറഞ്ഞാൽ മുരളീധരനോട് സ്നേഹമുണ്ട് എന്നാണ്, പഠിത്തത്തിനോട് സ്നേഹമുണ്ട് എന്നാണ്. पढ़ाई नहीं पढ़ेंगे माया से लड़ाई होगी। പഠിത്തം പഠിച്ചില്ലെങ്കിൽ ഉറപ്പാണ് മായയുമായിട്ടുള്ള യുദ്ധം ये तो आपको നടന്നുകൊണ്ടിരിക്കും. अनुभव है, अगर हमने पढ़ाई मिस कर दी तो बहुत सारी समस्याएं आती है,
उस दिन पता नहीं रास्ता भटक जाते हैं। अगर ठीक ठीक मुरली पढ़ लिया, सुन लिया, तो उस दिन हमारा रास्ता सीधा खुला നമുക്കും അത് അനുഭവമാണ്. ഏതെങ്കിലും ഒരു ദിവസം മുരളി കേട്ടില്ലെങ്കിൽ അന്നായിരിക്കും എല്ലാ പ്രശ്നങ്ങളും വിഘ്നങ്ങളും വരുന്നത്. പക്ഷെ എന്നാണോ നമ്മൾ നല്ല രീതിയിൽ മുരളി നിയമിത രൂപത്തിൽ മുരളിയൊക്കെ വായിച്ച് നമ്മുടെ സ്ഥിതി നല്ലതാണെങ്കിൽ അങ്ങനെയുള്ള വിഘ്നങ്ങൾ വരില്ല. ठीक है, ओम शांति। ശാന്തി.